അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മഹത്തായിരിക്കുന്ന അനുഗ്രഹത്താൽ മറ്റൊരു ദിക്റിന്റെ മജ്ലിസിലെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുന്നു. നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാ 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 അലാ കുല്ലി ഹാൽ. ഇൽമിന്റെ ഒരു മജ്ലിസിൽ കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹുവിന്റെ ദിക്റുകളെ കുറിച്ചും ഇസ്തിഗ്ഫാറുകളെ കുറിച്ചൊക്കെയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നും അതുപോലെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ദിക്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ കടന്നു പോകുന്നവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രയാസകരമേറിയ പ്രയാസം എന്ന് പറയുന്നത്, അഥവാ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പൈശാചികമായ ഷറുകളിൽ നിന്നാണ്. പിശാചിന്റെ ഷറുകൾ കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിശാചിന് നമ്മുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കാനും നമുക്ക് രോഗം ഉണ്ടാക്കാനും സാധിക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. രക്തമോടുന്ന എല്ലാ നരമ്പുകളിലൂടെയും പിശാചിന് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ചത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ പൈശാചികമായ ഉപദ്രവം ധാരാളം അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള പ്രയാസങ്ങളും പൈശാചികമായി നമ്മൾക്കുണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ രക്ഷ എന്താണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനൊക്കെ രക്ഷക്കായിട്ട് എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരുപാട് ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിശാചിൽ നിന്ന് സംരക്ഷണം നൽകാൻ, വസ്വാസുകളിൽ നിന്ന് സംരക്ഷണം നൽകാൻ, അതുപോലെ തന്നെ പല ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒക്കെ ഓരോ ദിവസവും നമുക്ക് ചൊല്ലാനുള്ള ഒരുപാട് ദിക്റുകൾ, ഖുർആന്റെ ആയത്തുകൾ, വിശദമാക്കപ്പെട്ട ഖുർആന്റെ സൂറത്തുകളൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ദിക്റാണ്, അല്ലെങ്കിൽ ഒരു ഖുർആന്റെ വചനമാണ്, അല്ലെങ്കിൽ ഒരു ഖുർആന്റെ സൂറത്താണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിക്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അത് ചൊല്ലേണ്ട ചില സമയങ്ങളുണ്ട്, അത് ചൊല്ലേണ്ട രീതികളുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് യാതൊരുവിധ നിയ്യത്തോ യാതൊരുവിധ അതിനോടുള്ള ഒരു മഹബത്തോ ഇല്ലാതെ അതിങ്ങനെ ചൊല്ലിപ്പോകുന്നുണ്ട് എന്നതിനപ്പുറം അതിൻ്റെതായ രീതിയിൽ ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന വിഷയത്തിന് പറഞ്ഞതാണ് എന്നൊരു നിയ്യത്തോടു കൂടി ചെയ്യുക എന്നുള്ളത് നമ്മിൽ പലർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കാറുമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഈ പറയുന്ന ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. ആ പ്രാവർത്തികമാക്കിയതിന് ശേഷം അതിൻ്റെ പൂർണ്ണമായ നിയ്യത്തോടു കൂടി നമ്മൾ അത് ചെല്ലുകയും അതിനോടൊപ്പം തന്നെ അതിന്റെ ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് പരിചയപ്പെടുന്ന ആ മഹത്തായിരിക്കുന്ന വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിലെ 3 സൂറത്തുകളെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രാവിലെയും വൈകുന്നേരവും ചെല്ലാനുള്ള ഒരു പ്രത്യേകമായ സൂറത്ത്. അത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ്. ആ സൂറത്തുകൾ ഒരുപാട് ഫായിദകൾ വേറെയുമുണ്ട്, നമ്മൾ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഇവിടെ നമുക്ക് ഇന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു കുറഞ്ഞ അതിന്റെ മഹത്വം മാത്രമാണ് ഞാൻ ഇവിടെ ഇന്ന് പറയുന്നത്. കാരണം അത് നമുക്ക് ഒരു ദിവസത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ ദിവസത്തിൽ അത് മതി എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. ഖുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ഇത് പതിവാക്കുക, എങ്കിൽ നിങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് മതി എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എല്ലാ കാര്യങ്ങൾക്കും ഇത് മതി എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് ഞാനത് ചെല്ലാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കടന്നു വരണം.
ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു പ്രത്യേകമായിരിക്കുന്ന വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിലെ വചനങ്ങളാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് എല്ലാ കാര്യത്തിനും ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ചെല്ലുന്നു എന്നൊരു നിയ്യത്ത് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടായിരിക്കണം ഇത് നമ്മൾ പതിവാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഇത് മഹത്തായിരിക്കുന്ന വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ തൗഹീദിന്റെ വചനങ്ങളാണ്. ഒരു സൂറത്ത് തൗഹീദിന്റെ വചനങ്ങളാണ്. മറ്റൊന്ന് എല്ലാ പൈശാചികതയിൽ നിന്നും ഷറുകളിൽ നിന്നുമൊക്കെ കണ്ണേറുകളിൽ നിന്നുമൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് രാവിലെ വൈകുന്നേരം ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചതാണ്. അതുപോലെ വസ്വാസുള്ളവർക്കൊക്കെ എല്ലാ വസ്വാസുകളിലും, മനുഷ്യരിൽ നിന്നുള്ള വസ്വാസ്, ജിന്നുകളിൽ നിന്നുള്ള വസ്വാസ്, മനുഷ്യന്മാർ നമുക്ക് വസ്വാസം ഉണ്ടാക്കും. മനുഷ്യന്മാർ വസ്വാസം ഉണ്ടാക്കുന്ന പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കാരണം നമ്മുടെ അവര് ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുകയൊക്കെ ശരിക്കും അവർ വസ്വാസം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ്. ദഅവത്തിന്റെ കാര്യത്തിലൊക്കെ വളരെയേറെ വസ്വാസം ഉണ്ടാക്കും. മനുഷ്യരിൽ നിന്നുള്ള പിശാചാണ് അവർ. അപ്പോ മനുഷ്യരിൽ നിന്നുള്ള വസ്വാസം ഉണ്ടാക്കുന്നവര്, അതുപോലെ തന്നെ ജിന്നുകളിൽ നിന്നുള്ള വസ്വാസം ഉണ്ടാക്കുന്നവര്, അവരിൽ നിന്നൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകുന്ന സൂറത്താണ് മറ്റൊന്ന്. അപ്പൊ ഈ ഒരു 3 സൂറത്ത് നമ്മൾ ചൊല്ലേണ്ടത്, ഒന്ന് സുബഹി നിസ്കരിച്ചതിന് ശേഷം, ഒന്ന് രാവിലെയാണ്, രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരവും 3 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ രാവിലെ സുബഹി നിസ്കരിച്ചതിന് ശേഷം എന്ത് ചെയ്യാ, നമ്മൾ ഇരുന്ന് ഒരു 3 പ്രാവശ്യം ഓതുക. കുറഞ്ഞ സമയം വേണ്ടുള്ളൂ നമുക്ക് ഓതാൻ. അതുപോലെ വൈകുന്നേരം മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഇരുന്നുള്ള ആ സമയമാണ് തിരഞ്ഞെടുത്താൽ ആ സമയത്ത് പിന്നെ നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനെ നിയ്യത്ത് വെച്ചിട്ട് ആ മഗ്‌രിബ് നിസ്കരിച്ച സമയത്തോ അല്ലെങ്കിൽ മഗ്‌രിബിനെ സുന്നത്ത് നിസ്കരിച്ച സമയത്തോ അങ്ങോട്ടോ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഓതുക. അവിടെ ഇരുന്നിട്ട് തന്നെ നമ്മൾ ഈ സൂറത്താണ് പതിവാക്കുക. അങ്ങനെ സുബഹിന്റെ ശേഷമായാലും മഗ്‌രിബിന്റെ ശേഷമായാലും അവിടെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക പ്രതിഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യവും, അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ് 3 പ്രാവശ്യവും, അതുപോലെ തന്നെ സൂറത്തുൽ നാസ് 3 പ്രാവശ്യവുമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ശ്വാസം വിട്ടുകൊണ്ടായിരിക്കണം ഓരോ വഖഫിലും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സാധാരണഗതിയിൽ പലപ്പോൾ അല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് ഓതാറുള്ളത് തെറ്റാണ്. കൂട്ടി ഓതുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദുലില്ലാഹു സമദ് എന്ന് ഓതണം. അപ്പൊ അതൊക്കെ നമ്മൾ ഖുർആന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം സൂറത്തുകൾ ഓതുന്നത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതിനെ ശ്വാസം വിട്ടിട്ട് ഓതിയാൽ മതി. കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെ 3 പ്രാവശ്യം ആ ഖുൽ ഹുവല്ലാഹു ഓതുക. പിന്നെ ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, അതും അതുപോലെ തന്നെ 3 പ്രാവശ്യം ഓതുക. പിന്നെയുള്ളത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇതും 3 പ്രാവശ്യം ഓതുക. ഇതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത്. ഇത് ഈ ഹദീസ് റിയാദ് സ്വാലിഹിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹദീസ് വന്നത് അബൂദാവൂദിലാണ്. അബൂദാവൂദ് 5082 തുർമദി 3570 ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഹദീസിന്റെ സാരം നമുക്ക് ഇങ്ങനെ വായിക്കാം. അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് റിപ്പോർട്ട് ചെയ്ത് അവരാണ് നിവേദനം. അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും 3 പ്രാവശ്യം വീതം നീ ഓതുക. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും നിനക്കത് മതി. എല്ലാ കാര്യങ്ങൾക്കും നിനക്കത് മതി. അത് മതിയാകുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും നിനക്കത് മതിയാകുന്നതാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈ ഹദീസ് പ്രത്യേകമായി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുകയും നമ്മൾ ഇത് ചെല്ലാനിരിക്കുന്ന സമയത്ത് ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്താണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഈ ഇഖ്ലാസ് സൂറത്ത് അതുപോലെ തന്നെ മുഅവ്വിദത്തൈനിയും നമ്മൾ 3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ഓതിയാൽ നമുക്ക് എല്ലാവിധ പരിഹാരവും ലഭിക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് പതിവാക്കുക. പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ അത് കാരണമാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിയിൽ ഖദറിൽ അദീമിൽ ജായി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അത്താതുല്ലാ വസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ബഅദ റിദ വസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബദൻ അബദ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.